ഫെബി പാനിപൂരി കഴിക്കാൻ പോവാ. എനിക്ക് മൂടില്ല. അതെന്താ? ഞാൻ ഓക്കെ ആന്ന്. ഷിറ്റ്, ഞാൻ ഓക്കെ ആണ്. അതിൻ്റെ അർത്ഥം ഒന്നും ശരിയല്ല. ഇവൾക്ക് എന്താ പറ്റിയേ? ഞാൻ അവളെ പിക്ക് ചെയ്തപ്പോൾ ചിരിക്കുന്നുണ്ടായിരുന്നല്ലോ. ഹായ് മോളു. ഹായ്. പുതിയ ഡ്രസ്സാ? ആ നല്ലുണ്ടല്ലോ കാണാന്. ഓ നീ നോട്ടീസ് ആക്കിയാ? വാ കേറി. ഞാൻ നല്ല കോംപ്ലിമെന്റ് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഷോപ്പിങ്ങിന് പോയി. അവിടെ ഒരു പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അവൾക്ക് ഷോപ്പിംഗ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം നമ്മൾ ജിമ്മിന് പോയി. ജിമ്മിൻ്റെ അകത്തോളം ചിരിച്ച് കളിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതിനുശേഷമാണ് എന്തോ പറ്റിയതെന്ന്. ഫെബി നല്ല വർക്കൗട്ട് ആയിരുന്നു അല്ലേ? ആ അടിപൊളിയായിരുന്നു വർക്കൗട്ട്. നമുക്ക് എന്താ ഫുഡ് കഴിക്കാൻ ആടാ സെന്റി പറ. നമ്മളിപ്പോ ജിമ്മ് കഴിഞ്ഞിട്ട് വരുന്നേ. നീ 6 മാസം കറക്റ്റ് ജിമ്മിന് പോയി കഴിഞ്ഞാൽ രാവിലെ ഒരു ഡ്രീം കണ്ടിന്. അപ്പൊ പിന്നെ അതിന്റെ ഇടക്ക് നീ ബ്രേക്ക് എടുക്കരുത്. പ്രോട്ടീൻ എടുക്കേണ്ട ആവശ്യമില്ല. എനിക്ക് അഥവാ പ്രോട്ടീൻ എടുക്കണമെങ്കിൽ എടുത്തോ. ഇപ്പൊ അല്ലേ മനസ്സിലായേ? ഓളെ ഡ്രീമിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഓളെ ഇഗ്നോർ ആക്കി. എന്നാ പിന്നെ എനിക്ക് പാനിപ്പൂരി വേണമെങ്കിൽ നീ നേരത്തെ എന്തോ നിന്റെ ഡ്രീമിനെ പറ്റി പറയുന്നുണ്ടായിട്ടില്ലേ, അത് പറ. എന്നാലും നീ അപ്പൊ അതിന്റെ അടുത്ത് എന്റെ ഡ്രീമിന്റെ ഞാൻ സംസാരിച്ച് കേട്ടിന്. പിന്നെ ഞാൻ നിന്റെ എല്ലാ കാര്യങ്ങളും കേൾക്കുമല്ലോ. ഞാൻ അങ്ങനെ നിന്നെ എങ്ങനെ ഇഗ്നോർ ആക്കില്ല. ഞാൻ ആ ഡ്രീമിന്റെ കേട്ടിന്. പക്ഷെ എന്താ പറയുക, ഞാൻ ഫോണിലായതുകൊണ്ട് നിന്റെ എല്ലാം പറയുന്നതെല്ലാം കേൾക്കൂലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഫോണ് വിളിച്ച് കഴിഞ്ഞ് നിന്നെ ആറാംസെ കേൾക്കാന്ന് വിചാരിച്ചു. സോറി, ഞാൻ വെറുതെ എന്റെ അടുത്ത് ചൂടായത്. എന്നപ്പോ നമുക്ക് പാനിപ്പൂരി കഴിക്കാൻ പോവാം. അപ്പൊ ഡ്രീം ഞാൻ വന്നിട്ട് പറയാം. പാനിപൂരി കഴിക്കാൻ പോവാ. എന്നാല് ഉറപ്പല്ലേ? എന്നോടൊന്നുള്ള കളി.